ലിസ്റ്റഡ് കമ്പനിയാണോ അവർക്ക് യാതൊരു ത്രഷോൾഡ് ലിമിറ്റും ഇല്ല, അവർ നിർബന്ധമായിട്ടും എല്ലാ ലിസ്റ്റഡ് കമ്പനി ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തിട്ടാവണം. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ, നമ്മളെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ അതാണ്, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണ് എങ്കിൽ അവർക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ആയാൽ അവർക്ക് എന്തെങ്കിലും ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അതേതാണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 25, 50, 100, 200. 25 എന്താണ്? പബ്ലിക് ഡെപ്പോസിറ്റ് 25 crore ഓർ മോർ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? അവർ ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. 50 എന്താണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. 100 എന്താണ്? ബോറോയിങ്സ്. 200 എന്താണ്? ടേൺ ഓവർ. ഓക്കെ, അപ്പം ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും അവർക്കും ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. അതിൻ്റെ ലിമിറ്റ് എന്താണ്? ലാസ്റ്റത്തെ 2 ത്രഷോൾഡ് ലിമിറ്റ് മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യൂ. അവർക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും പബ്ലിക് ഡെപ്പോസിറ്റും നോക്കേണ്ട ആവശ്യമില്ല. അതെത്രയാണെങ്കിലും കുഴപ്പമില്ല. 50 crore മേലെ 25 crore ആണെങ്കിലും അവർക്ക് അപ്ലിക്കബിൾ അല്ല. എന്നാൽ ബോറോയിങ്സ് 100 crore ടേൺ ഓവർ 200 crore കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്കും കൂടെ എന്ത് ചെയ്യും? ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും.